അവർ കുറ്റിപ്പുറം MESലെ പിള്ളേരാ. കുറ്റിപ്പുറം MESലെ കുട്ടിയൊക്കെ അവിടെ എത്തണമെങ്കിൽ നല്ല ദൂരമുണ്ട്. കാരണം കോഴിക്കോട് എത്തിയിട്ട് പിന്നെ അവിടുന്ന് ഒരു മണിക്കൂറിലും കൂടുതൽ യാത്ര ചെയ്താലേ അന്ന് ആ കാലത്ത് അവിടെ എത്തുള്ളൂ. മിസ് ഞങ്ങൾ ഇനി ഇവിടെയാണ് ഇരിക്കുന്നത്, ഞങ്ങൾ അവിടുന്ന് പോന്നു, മിസ് ഞങ്ങൾക്ക് എന്തോ ഒരു എക്സാം എന്തോ ഉണ്ട്, മിസ് അത് എത്രയും പെട്ടെന്ന് പറഞ്ഞു തരണം. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ആ 6 പിള്ളേരെ ഇരുത്തി പഠിപ്പിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അന്ന് എൻ്റെ വീട്ടിലില്ല. നമ്മൾ സാധാരണ നമ്മളെ വീട്ടുകാർക്കുള്ള സാധനമല്ലേ ഉള്ളൂ. അപ്പോൾ അവർ തന്നെ പറഞ്ഞു നമ്മൾ ഫീസൊക്കെ ഇടുകയാണ്, നമ്മൾ ചെയർ നമ്മൾ തന്നെ വാങ്ങുകയാണ്. അപ്പോൾ അതിലൊരു കുട്ടി പറഞ്ഞു ഞാൻ എൻ്റെ നെക്സ്റ്റ് വീക്കിൽ അവൻ പഠിക്കാൻ വന്നാൽ അവൻ ഇവരെ കൊണ്ടാക്കാൻ വന്നതാണ്, ഞാൻ അടുത്ത ആഴ്ച ഗൾഫിൽ പോവുകയാണ്, അപ്പോൾ എൻ്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട്, അപ്പോൾ ആ കമ്പ്യൂട്ടർ തൽക്കാലം മിസ് അവിടെ ആരും യൂസ് ചെയ്യുന്നില്ല, അത് ഇവിടെ നിന്നോട്ടെ എന്ന്. അപ്പോൾ 2 കമ്പ്യൂട്ടറുമായി 6 ചെയറുമായി പിന്നെ ഒരു ഡൈനിങ് ടേബിൾ പോലത്തെ ഒരു ടേബിൾ, ഇതിൻ്റെ ചുറ്റുവട്ടം ഇരുന്നിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അവരെ ഫോഴ്സിൽ അന്ന് എനിക്കൊരു ചെറിയ മോളുണ്ട്, മോളപ്പുറത്ത് തൊട്ടിലുണ്ടാവും, ഞാൻ ഇവരെ ഈ ടേബിളിൻ്റെ ചുറ്റും വെച്ചിരുന്ന് പഠിപ്പിക്കും, വീട്ടിൻ്റെ അകത്തുനിന്നാണ്. പിന്നീട് ആ കോഴ്സ് കഴിഞ്ഞതിന് മുന്നേ ഇവർ പറഞ്ഞിട്ടോ അറിയില്ല ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കുട്ടികൾ വേറെയും വരാൻ തുടങ്ങി. അതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. അവർ ആ 6 ചെയറും ഈ 2 കമ്പ്യൂട്ടറും. പിന്നെ അത് വേർഡ് ഓഫ് മൗത്തിൽ ഇങ്ങനെ 1 by 1 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ അത് പറ്റാതെയായി. അപ്പോൾ ആ സമയത്ത് നമ്മൾ പുറത്തേക്ക് മൂവ് ചെയ്യാൻ ചെറിയൊരു സ്ഥാപനം ഉണ്ടാക്കി. അത് പിന്നെ എന്താ പറയുക, അതങ്ങനെ ഡെവലപ്പ് ചെയ്തു.